ഗോൾഡിന് എപ്പോഴാണ് വില കൂടുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനാദ്യം എന്തുകൊണ്ടാണ് ഗോൾഡിന് വില കുറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഗോൾഡിന്റെ വില കൂടാൻ കാത്തിരിക്കുന്ന നിങ്ങളെ ക്ലോസ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാറ് ദിനംപ്രതി ശക്തമായിട്ടും ഗോൾഡിന് വില കൂടും എന്നുള്ള ഒരുപാട് അനാലിസിസുകൾ ഉണ്ടായിട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടും വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് USDയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള DXY ശക്തിപ്പെടുന്നതിനെ കൊണ്ടാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ശക്തിപ്പെടുന്നതിനെ കൊണ്ടാണ്. എന്തുകൊണ്ട് USD ശക്തിപ്പെടുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് വാർ ഉണ്ടാവുന്ന സമയത്ത് സേഫ് ഹെവൻ ആയിട്ട് ഡോളറിനെ കാണുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രധാനമായ ഗ്ലോബൽ ട്രേഡുകൾ നടക്കുന്നത് USDയിലാണ്. മൂന്നാമത്തെ കാരണമാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാർ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് $110 $120 ഇടയിലാണ്. ഇത്രയും ഉയർന്ന വിലയിൽ ക്രൂഡ് ഓയിൽ എത്താനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രധാന സപ്ലൈ റൂട്ട് എന്ന് പറയുന്നത് സ്ട്രെയ്റ്റ്സ് ഓഫ് ഹാർമൂസ് വഴിയാണ്. അത് ക്ലോസ്ഡ് ആണെന്നുള്ള റീസൺ കൊണ്ട് തന്നെ ലഭ്യത വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇത് കാരണം ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക് മാതിരിയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള കുതിപ്പ് സംഭവിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷനെ വളരെയധികം കൂട്ടുന്നു. US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറയ്ക്കും. ഇത് കാരണം USD ശക്തിപ്പെടുന്നു. US 10 ഇയേഴ്സിന്റെ ബോണ്ട് ഈൽഡും നന്നായിട്ട് കൂടിയിട്ടുള്ളത് നമുക്ക് കാണാം. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഓയിലിന് വേണ്ടി മിഡിൽ ഈസ്റ്റിനെ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രീസിന്റെ കറൻസീസ് വളരെയധികം വീക്ക് ആവുന്നു എന്നുള്ളതാണ്. INR വീക്ക് ആവുന്നതിനെ കൊണ്ട് തന്നെ ഇന്ത്യൻ ബുളിയൻ മാർക്കറ്റില് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റില് അന്താരാഷ്ട്ര മാർക്കറ്റില് ഗോൾഡിന് നേരിട്ട് അത്രയും ഇടിവ് നേരിട്ടിട്ടില്ല. നേരിയ രീതിയിൽ ഗോൾഡിന് വില ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് USDയുടെ ലിക്വിഡിറ്റി അഡ്വാൻറ്റേജ് ആണ്. വാർ നടക്കുന്ന സമയത്ത് ഗോൾഡിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു റീസൺ കൊണ്ട് ഗോൾഡിൽ നല്ല രീതിയിലുള്ള കറപ്ഷൻ നേരിടുന്നുണ്ട്. ഇനി കൃത്യമായി ഗോൾഡിന് എപ്പം വില കൂടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. DXY ഇൻഡെക്സ് വീക്ക് ആവുകയും US ബോണ്ട് ഈൽഡ് കുറയുകയും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നോർമൽ പ്രൈസിലേക്ക് കുറയുകയും ചെയ്യുന്ന സമയത്ത് ഗോൾഡിന് വീണ്ടും വില കൂടും. അതുവരെ കൃത്യമായി ഇതിന്റെ പ്രധാന ഇൻഡെക്സുകൾ വാച്ച് ചെയ്ത് പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി നോക്കിയിരിക്കുക. വളരെ കൃത്യമായിട്ട് ഗോൾഡിന് എപ്പം വില കൂടും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.